ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ക്ഷീണം ലാലേട്ടൻ ഇന്ന് മാറ്റി എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ ഭൂരിഭാഗം പ്രേക്ഷകരും ലാലേട്ടൻ്റെ എപ്പിസോഡിലെ ചോദ്യങ്ങൾക്ക് എതിരെയായിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചില്ല എന്ന് തന്നെയായിരുന്നു ഭൂരിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായം. ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിച്ചു എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ലാലേട്ടൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം റസ്മിൻ്റെ കാര്യമാണ്. റസ്മിൻ അവിടെ താൻ എന്തോ വലിയ സംഭവമാണെന്ന രീതിയിലാണ് നിന്നിരുന്നത്. ഒരു ജയിലിൽ കിടക്കുന്നവർക്ക് ഫുഡ് എടുത്ത് കൊണ്ട് കൊടുക്കുക, തന്നോട് ആരും ചോദിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു റസ്മിൻ. അപ്പോൾ ലാലേട്ടൻ ഒളിച്ചിരുന്ന റസ്മിനെ പൊക്കിയിട്ട്, റസ്മിൻ താങ്കൾക്ക് തോന്നുന്നത് ചെയ്യാനുള്ളതല്ല, അവിടുന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അതോടെ റസ്മിൻ ഇല്ലാതായി. കാരണം ഫുഡൊന്നും എടുത്ത് കൊടുക്കാനല്ല ഞങ്ങൾ അവരെ ജയിലിലിട്ടത്, നിങ്ങൾ എല്ലാത്തിനും പ്രതികരിക്കുന്ന ആളല്ലേ, എന്തിനാ അതൊക്കെ ചെയ്തതെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാൻ കഴിയാതെ റസ്മിൻ മിണ്ടാതിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണ് ലാലേട്ട എന്ന് പറഞ്ഞ് മിണ്ടാതെ അവിടെ അടങ്ങിയിരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ജാസ്മിൻ ജയിലിൽ കിടന്ന് കാണിച്ചതും, ജയിലിൽ ഫുഡ് ജിൻഡോ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഗബ്രി പിന്നാലെ പോയിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിക്കുക. അതിനാണോ ജയിലിൽ ഞങ്ങൾ കൊണ്ടിട്ട്, നിങ്ങൾ വീട്ടിലൊപ്പം കെട്ടിപ്പിടിക്കുകയോ എന്ത് വേണേൽ ചെയ്തോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ഒന്നും മിണ്ടാനില്ല ജാസ്മിൻ. ചെയ്തത് തെറ്റാണ് ലാലേട്ട എന്ന് മാത്രം പറഞ്ഞു. അതുപോലെ തന്നെ ജയിലിൽ കിടന്ന് ജിൻഡോയെ തെറി വിളിച്ചതും അതും ലാലേട്ടൻ ചോദ്യം ചെയ്തു. തെറി വിളിക്കാനല്ല നിങ്ങൾ അടച്ച്, എന്തിനാണ് കുട്ടി എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. നല്ലവണ്ണം സംസാരിച്ചുകൂടെ കുട്ടി എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഹൈജീനെക്കുറിച്ച് ലാലേട്ടൻ എടുത്തു ചോദിച്ചു. കുറച്ച് വൃത്തിയിലൊക്കെ നടന്നൂടെ എന്ന രീതിയിൽ തന്നെയായിരുന്നു ലാലേട്ടൻ്റെ സംസാരം. ചെരുപ്പും കൊടുത്തു ഗിഫ്റ്റായിട്ട്, ജാസ്മിന് ചെരുപ്പും കൊടുത്തു. അതുപോലെ തന്നെ അടുത്ത ആഴ്ച 1 വീക്ക് നേരിട്ട് ലോമലേസിലേക്ക് ജാസ്മിൻ ഇടുകയും ചെയ്തു. അതുപോലെ തന്നെ ജിൻഡോയ്ക്കും ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തു. എന്താ, പവർ ടീമിൻ്റെ അടിമനെ പോലെ നിന്നു എന്ന് പറഞ്ഞിട്ട്, ക്യാപ്റ്റൻ പവർ ടീമിൻ്റെ അടിമനെ പോലെ നിന്നു എന്ന് പറഞ്ഞിട്ട് ജിൻഡോയ്ക്കും ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഈക്വലായിട്ട് കാര്യങ്ങളിൽ നിന്ന് സംസാരിച്ച് ക്ലിയറാക്കി. അതുപോലെ ഗബ്രിക്കും നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട്. ഗബ്രി ഈ ജയിലിൽ പോയി കണ്ടത് ശരിയാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഗബ്രിക്കൊന്നും പറയാല്ലേ, കാരണം എല്ലാ ആഴ്ചയും ഇത് തന്നെയാണല്ലോ, ഗബ്രിക്കൊന്നും പറയാണ്ടാവാറില്ലല്ലോ. അങ്ങനെ മൊത്തത്തിലൊരു എല്ലാ രീതിയിലും സ്കോർ ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു.